നമ്മൾ നേരെ തമിഴ്നാട് അമ്മയുടെ വീട്ടിൽ പോവുകയാണ്. വണ്ടി ഓൺ ദ വേ ആണ്. അപ്പോൾ ഞാനുണ്ട്, ബിനോയ് ഉണ്ട്, ഗൗരവ് ഉണ്ട്. നിഖിലിന് വരാൻ പറ്റിയില്ല. സോ നമ്മൾ ഇനി മാറ്റി വെച്ചാൽ നടക്കൂല. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ അതായത് നമ്മളെ പകുതി ദൂരം എത്തിയതാ. സീനിയർ ഉണ്ടല്ലോ, അടിപൊളി. മൊത്തം നിറച്ച് മരങ്ങൾ കണ്ടാ. എങ്ങനെയുണ്ട് ബിനോയ്? സൂപ്പർ, കിടിലല്ലേ? ഗൗരവ് എങ്ങനെയുണ്ട്? പൊളിയാണ്. ഇതാണ് ഗോഡ്സ് ഓൺ കൺട്രി ഹൈവേ. ഇപ്പൊ മനസ്സിലായി എന്താണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. അടിപൊളി റോഡ്, അടിപൊളി. വൈബിങ് പാട്ട് ഇട്ടിട്ടുണ്ട്. ഇടാത്തത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇടാത്തത്. നമ്മളെ അങ്ങനെ നമ്മുടെ വീടെത്തി. അപ്പൊ ഇതാ ഈ ഒരു വളവ്, ഈ ഒരു വളവും കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറണത് അല്ലേ വണ്ടി ഇതില്. ഇതാണ് നമ്മളെ സുരേഷ് അങ്ങളുടെ കട. അതാ ഈ കട കാണിച്ചോളാം. ഇപ്പൊ വണ്ടി ഇരുന്ന് അതാ വീടെത്തി. ഇതാണ് വീട്. ഇതാണ് നമ്മുടെ വീട്. ഇവിടെ ഈ ക്ലാസ്സിൽ കൂടെ കാണിക്കുന്നത് പഴയ വണ്ടി സ്കൂട്ടി പെപ്പ്. പിന്നെ എങ്ങനെയുണ്ട്? കൊള്ളാം. പിന്നെ കൊള്ളാന്നൊക്കെ പറഞ്ഞു. ഇതാണ് ആരോന്റെ അപ്പൂപ്പന്റെ വീട്. ഇത് ബിനോയ് സ്കൂട്ടറിൽ നിൽക്കുന്നു. അവിടെ എത്തി. നമ്മൾ ബാഗെല്ലാം എടുത്ത് മുന്നോട്ട് നീ അത് വന്നിട്ടില്ല. വാട അടച്ചിട്ട് വാ. കണ്ടാ, കാരണം നമ്മളെ വീട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓ ഏതാ നിഖിൽ, യു മിസ്ഡ് നിഖിൽ. ഓ വാ വീട്ടിൽ കയറാം. വാ പപ്പൻ്റെ അവിടെ എത്താം. പപ്പ മാങ്ങ പറിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടാ. ഓയോ മാങ്ങ താഴെ പോയി. എവിടെ പോയി? ഡേയ് അവിടെ ഒരു മാങ്ങ കിടക്കണ ഏട്ടറാ. ഒരു മാങ്ങ കിടക്കണ്ട ഏട്ടറാ. ഇതാ കിടക്കണ്ടാ. ആ കമ്പോടെ ഇരിക്കണ പെട്ടെന്ന്. കൂടുതലുണ്ടോ അകത്താ? അത് ഇനി എടുക്കണ്ട, അത് വേണ്ട, ഇനി എടുക്കണ്ട. നമ്മളപ്പം കുളിക്കാൻ പോകാറായി. ഡ്രസ്സൊക്കെ മാറ്റി, ഓരോ ഡ്രസ്സ് മാറ്റി കാണിച്ചിട്ട് അതാ. അപ്പോൾ നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇന്ന് അടുത്തല്ലോ മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരിഞ്ഞ് പാത്രത്തിലാക്കാം. നല്ല അടിപൊളി. ആരും കണ്ടിട്ടില്ല മാങ്ങ അരിയുന്നത്. തമിഴ്നാട് മാങ്ങ. മാങ്ങയൊക്കെ എടുത്ത് നേരെ കുളിക്കാൻ പോവുകയാണ്. ഗൗരവനാണ് മെയിൻ ആള് കുളിക്കാൻ വേണ്ടി. ചെറിയൊരു ഭയമുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈം ആണ്. നമ്മൾ ട്രൈ ചെയ്യാൻ പോവാം. എത്തിയിട്ട് വരാം. നമ്മളെ പഴയ സ്കൂട്ടി പെപ്പ് എടുത്ത് അവൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 125 കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നതാണ്. കുറച്ച് ജ്യൂസും ചിപ്സും ഒക്കെ വാങ്ങിക്കാൻ വന്നതാണ്. മാങ്ങയുണ്ട് കയ്യിൽ, നമ്മളതും എടുത്തിട്ടുണ്ട്. ബിനോയ്ക്ക് വെച്ചിട്ട് തൊണ്ട നല്ല എരിഞ്ഞ് ബിനോയ് ഊപ്പടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന കട ഇതാണ് നമ്മളെ സുരേഷ് അങ്കിള്. പഴയ ഫേമസ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഓഫ് തേൻമുട്ടായി പൊളി. കണ്ടാ ഇവിടെ നിന്ന് രസ്നയൊക്കെ കിട്ടും. ഇവിടെ 5 രസ്നയൊക്കെ സൂപ്പർ നൊസ്റ്റാലജിയ. കിടിലം കടയാണ്. കണ്ടാ, അത് മതിയല്ലോ. വാങ്ങിച്ചിരിക്കണം ചോക്കോസ്. പൈസ നോക്കിയില്ലല്ലേ? പൈസ നോക്കിയില്ല. ചോക്ലേറ്റ്, ഇത് കേക്ക്. എസ്തെറ്റിക്സ് ആണ്. നമ്മൾ കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിനോയ് ഓട്ടിക്കുന്നു. ഓ വണ്ടി ഓഫാക്കിയാണ് ഞാൻ പോണത്. നമ്മള് 2 വഴി പോകാം കേട്ടോ. പക്ഷെ ഇവിടെ പോകാം. ഇവിടെ നമുക്ക് അതിനെക്കാളും ഇവിടെ പോകണം. ഇതൊരു പഴയ ഒരു അമ്പലമാണ്. പഴയ ഒരു പുരാതനമായ അമ്പലമാണ്. അതിൻ്റെ വഴി കൂടി നമ്മൾ പോകുന്നത്. ഇതാണ് വഴി. നമ്മൾ പോകുന്നത് കുറച്ച് ചെറിയൊരു വഴി കൂടിയാണ്. പണ്ട് നേരത്തെ അന്ന് വന്നപ്പോൾ കാർ ഇവിടെ കൊണ്ടുവന്നു. കാറൊക്കെ ഇവിടെ ആയിരുന്നു. ഇപ്പം നമ്മൾ കാറൊക്കെ മേളിലാണിട്ടായിരുന്നു കാർ ഷെഡിൽ. ഈ റൈറ്റ് കാണുന്ന വഴിയാണ് നമ്മുടെ സ്ഥലം. സൂക്ഷിച്ചൊക്കെ പോകണം കേസ്. പിന്നെ പിള്ളേരൊക്കെ നമ്മളിതാ ഇവിടെ കുളിക്കുന്ന സ്ഥലത്തെത്തി. കുറേ വർഷം വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? ഒന്നും പറയാം. വെള്ളം ഇവർക്ക് നമുക്കിപ്പോൾ കറക്റ്റ് വെള്ളമാണ് ഇറങ്ങാൻ വേണ്ടി. കൂടുതലും അല്ല കുറവുമല്ല. ഇതിനേക്കാളും വെള്ളം കൂടുതൽ പോകും. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ചില്ലടിക്കാം. ഗൈസ് കുളിസിയും കഴിഞ്ഞു ഗൈസ്. നമ്മൾ നല്ല കുളി കഴിഞ്ഞു ഗൈസ്. ബിനോയ് കുളി കഴിഞ്ഞതാ നിൽക്കുന്നത്. ബിനോയ് കഴിച്ചു കാണിച്ചിരുന്നു ഗൈസ്. കണ്ടോ ഗൈസ്, ബിനോയ് കുളി കഴിഞ്ഞതാ നിൽക്കുന്നത്. എന്താ ബിനോയ് പറയാനുള്ളത് കുളിച്ചിട്ട്?
തീരത്തേതോ നാളിൽ പണ്ടേ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കുളിച്ച എങ്ങനെ ഉണ്ടായിരുന്നു? വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. കുളിച്ചൊക്കെ വന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർ ഞാൻ ബ്രെഡും പിന്നെ അവർ ആ ചോറും എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം രണ്ടുപേരായിട്ട് കുളിച്ചു. ഇനി എന്താ പറയണ്ട അടുത്തവിടെയൊക്കെ പോകണം. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയാണ്. ഓക്കെ അതായത് നമ്മൾ തൃപ്പരപ്പ് പൊക്കോണ്ടിരിക്കുകയാണ്. അടിപൊളി റോഡ്, നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ് ഉണ്ട്. മഴയൊക്കെ പെയ്ത് അടിപൊളി. എൻ്റെ പോനെ കണ്ട റബ്ബർ സെറ്റ്. ബിനോയ് വന്നില്ല, ബിനോയ് ഉറക്കമാണ്. വയ്യെന്ന് വരാം. അപ്പോൾ നമ്മളതാ നല്ല അടിപൊളി വൈബ്, നല്ല അടിപൊളി ക്ലൈമറ്റ്, റബ്ബറൊക്കെയാണ് നല്ല അടിപൊളി. അപ്പോൾ എത്തിയിട്ട് വരാം. ഓക്കെ ഇതൊക്കെ നേരത്തെ വന്നപ്പം വെറുതെ ഇതേപോലത്തെ തറയായിരുന്നു. ഇപ്പം കണ്ടാ മൊത്തം വാഴ കൃഷി. പിന്നെ വേറെന്തോ കൃഷി, വേറെ എന്തൊക്കെയോ ഉണ്ട്. എനിക്കൊന്ന് വാഴയും കപ്പയാണെന്ന് തോന്നുന്നു കേസ്. കപ്പ കൃഷിയാണെന്ന് തോന്നുന്നു കേസ്. ഇത് കപ്പയും വാഴ കൃഷിയാണ് കേസ്. കണ്ട ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ക്ലൈമറ്റ്, നല്ല തണുപ്പ്, സൂപ്പർ. ഇവിടെയൊക്കെ വന്ന് താമസിക്കണം ഗൈസ്. നമ്മൾ ഈ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് ട്രിപ്പ് പോകാതെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ വരും. ഇതാണ് ഗൈസ് വൈബ്. അപ്പോൾ ഗൈസ് നമ്മളിതാ എന്താ പറയാനായിട്ട് തേര് കയറി തിരുപ്പരപ്പെത്താറായി. അതില്ലേ ഇവിടെയൊക്കെ കുറേ സ്റ്റേയും പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിതാ ഇവിടെ മേളിൽ ഇവിടെ എത്തി. ഇതൊക്കെ നമ്മളെ പള്ളിയിലുള്ളതാണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി വൈബ് സ്ഥലം കേസ്. നല്ല ക്ലൈമറ്റ്, നല്ല വ്യൂ. ഇവിടെയൊക്കെ വരണം കേസ്. എന്ത് പറയാം കേസ്, നിഖിൽ ചേട്ടാ ഇത് ഒരുപാട് മിസ് ചെയ്ത് കേസ്. നിഖിൽ ബ്രോ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിഖിൽ ബ്രോ യു മിസ്ഡ്. നെക്സ്റ്റ് ടൈം എന്തായാലും കൊണ്ടുവരാം. അതാ ഇറങ്ങി അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. പ്രത്യേക ഒരു വൈബ് കേസ്, പ്രത്യേക ഒരു സൂപ്പർ വൈബ്. ഗൗരവ് നീ ആദ്യമിട്ടല്ലേ? അതെ കേസ്, ഒരു പ്രത്യേക വൈബ് കേസ്. ഈ ക്ലൈമറ്റ് പ്രത്യേക ഒരു ക്ലൈമറ്റ്. ആ മുടിയൊക്കെ കാറ്റടിച്ച് ഒരു വഴിയായിട്ടില്ല. പക്ഷേ കൊള്ളാം കേസ്, നല്ല സ്ഥലം, നല്ല സ്ഥലം, അടിപൊളി അടിപൊളി സ്ഥലമാണ് കേസ്. അടിപൊളി ആൾക്കാരൊക്കെ കുറച്ചായിട്ട് വരുന്നുണ്ട്. ഇപ്പം എന്താ പറയാനായിട്ട് തൃപ്പരപ്പിൻ്റെ മേളത്തെ പാലത്തിൽ വന്നിരിക്കുകയാണ്. ഏറ്റവും മേളത്തെ ഇതിൻ്റെ ഇവിടെ ഇതുവഴി അങ്ങനെയാണ് താഴോട്ട് പോകുന്നത്. ഇതൊരു അമ്പലമാണ്. അപ്പോൾ ഇവിടെ കുറേ പേരൊന്ന് കുളിക്കുന്നുണ്ട്. നമ്മളതങ്ങനെ എടുത്തുകൂടെ, ശരിക്കും പറഞ്ഞാൽ കുറേ പേര് കുളിക്കുന്നുണ്ട്. അവരെ പ്രൈവസിയാണ് കേസ്, എടുത്തുകൂടെ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് മതിയായിട്ട് നമുക്കിനി പാലത്തിൻ്റെ മേളിൽ കൂടെ ഒന്ന് പോയിട്ട് അപ്പുറത്തെ സൈഡ് പാർക്കുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മൾ നടന്നിട്ട് ചെറിയൊരു ഷട്ടറാണ് തുറന്നിരിക്കുന്നത്. കണ്ടില്ലേ, അവിടെ നിന്നാണ് വെള്ളം വരണത്. എന്നിട്ട് ഇങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടല്ല ബലൂൺ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കണ്ട എവിടെ വെച്ചിരിക്കുന്നത് അപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ കയറി സെറ്റാക്കണമെന്തോ കണ്ടില്ലേ. നടന്ന് നമ്മൾ അവിടെ പോയി. ഇനി നമ്മൾ നേരെ പാലത്തിൻ്റെ മേളിലോട്ട് പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകെ. സമയമായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതെ, ഇനി പോയില്ലെങ്കിൽ ലേറ്റ് ആവും. അപ്പം ഇവിടെ കുറേ പുതിയ കുറേ ബിൽഡിങ്സ് വന്നുണ്ട് കേട്ടോ. സ്റ്റേ ആണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ ബിൽഡിങ്സ് വരുന്നുണ്ട്. ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. ആളും പേരൊക്കെ വന്നു നമ്മൾ നടന്നത് പാലത്തിൻ്റെ വെള്ളത്തിൽ. അടിപൊളി കേസ്, അടിപൊളി സീനറി. സൂക്ഷിച്ചൊക്കെ നടക്കണം കേസ്. നമ്മൾ ഒരു കൈ കണ്ടില്ലേ, അവിടെ അങ്ങ് അറ്റത്ത് കണ്ട വെള്ളം, അവിടെയും കുളിക്കാം. അങ്ങ് അറ്റത്ത് നോക്ക്, മേളിൽ നോക്കടാ, കണ്ടാ അവിടെയും കുളിക്കാം കൈസ്. കണ്ട ഇത് ഇവിടെ കിട്ടിലായിട്ട് കുളിക്കാം കണ്ട. പക്ഷെ ആഴം ശ്രദ്ധിക്കണം, നല്ല ആഴം കാണും. നമ്മൾ അറിയാവുന്ന ആൾക്കാരോട്. ആ കൊക്ക് പോയില്ല, ഇതായിരിക്കണം വൈറ്റ് വെള്ളമല്ലേ. അടിപൊളി ചെറിയത് ഇപ്പുറത്ത് തോന്നുന്നു. അപ്പോൾ ഇവിടെ ചെറിയ റൈനോസറസിൻ്റെയും പിന്നെ ബോട്ട് ക്ലബ്ബ് ഇത് അപ്പുറത്ത്, പിന്നെ ചെറിയ പാർക്കുണ്ട്, പിന്നെ എന്തു പറയാനുണ്ട്, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അവിടെ തുണിക്കടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വലിയൊരു ഡ്രാഗൻ്റെ ആണെന്ന് തോന്നുന്നു. ഡ്രാഗൻ്റെ ഒരു ഇത്, നല്ലൊരു മഴ. അതൊക്കെ നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയമായി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റ് ആവും, തിരക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ബാഗെല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ MOT വന്നിരിക്കുകയാണ്. പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഗൗരവ വിളിച്ചുകൊണ്ട് വന്നതാണ്. അവൻ പോണ്. അവിടെ ടൊവീനോ ഉണ്ടെന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നത് ടൊവിയൊക്കെ പോയെന്നാണ് തോന്നുന്നത്. ഉണ്ട് ഉണ്ട് പ്രോഗ്രാം നടന്നുകൊണ്ട്. ഉണ്ട്
താങ്ക് യു സോ മച്ച് ആൻഡ് ഹരി സാർ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഇന്ന് നമ്മുടെ ഒരു മോൾ ഓഫ് ട്രാവൻകൂറിൽ എത്തിച്ചേർന്ന ഈ ഒരു ചലച്ചിത്രത്തിന്റെ ഭാഗമായി പ്രൊമോഷൻ ഭാഗമായി എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം നിറഞ്ഞ നന്ദി. ഇന്ന് പള്ളിച്ചട്ടമ്പിയുടെ ഈ ഒരു പ്രൊമോഷന്റെ ഭാഗമായി എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം നിറഞ്ഞ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അന്ന ഭവൻ അതിനുപരി നമുക്കൊരു കാര്യം നടന്നു. നമ്മൾ പഴമല്ലീനെ കണ്ട് കാര്യം മനസ്സിലായി കമന്റ് ചെയ്യുക. ഇനി നമ്മുടെ സ്വന്തം നമ്മൾ ഓടിപ്പിടിച്ചാണ് കാണുമ്പോഴത്തേക്ക് അതേ നമ്മൾ അന്നഭവനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ ഭയങ്കര വിശപ്പ്. അപ്പം നമ്മുടെ ഫുഡ് കഴിക്കാറാൻ പോരൊക്കെ കൂടെയുള്ള കൂട്ടുകാരനെ കാണാനില്ല. അവന് വയറ് വഴിയാത്തത് അവൻ കഴിച്ചിട്ട് വരാം. ഇവിടെ ഒന്ന് ഫുഡ് ഓർഡർ ചെയ്തു. എത്ര നേരമല്ലേ ഫുഡ് ആട് വന്നില്ല. സമയം കുറേ ആയി. വിശന്നിട്ട് ഊപ്പാട് പറഞ്ഞു. വിശന്നിട്ട് ഊപ്പാട് പറഞ്ഞു. അയ്യോ കഴിച്ചിട്ട് വീട്ടിൽ പോയി മണി 9:45 കഴിഞ്ഞു. ഓ മൈ ഗോഡ്. നല്ല ഉറക്കവും ബാക്കിയുണ്ട്. നമ്മളിപ്പം അന്ന ഭവനിലാണ്. ഓർഡർ ചെയ്ത സോഡലയും അങ്ങനെ എത്തിയിരിക്കുകയാണ്. സോഡലയും കുടിക്കാം. എന്തോന്ന് പറഞ്ഞാൽ ഗീപ്പൊടി ദോശ ഗൈസ്. കഴിച്ചിട്ട് വരാം. ഓക്കെ, നല്ല വിശപ്പുണ്ട്. കഴിച്ചിട്ട് വരാം. ഗൗരവനെ കൊണ്ടുവിടാൻ വേണ്ടി അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? കിടിലായിരുന്നേ. അടിപൊളി. പൊളിച്ച് ലാസ്റ്റ് അവിടെ നമ്മൾ MOT പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം നല്ല ക്ഷണം. അപ്പം അടുത്ത വ്ളോഗ് ഇട്ടണം. ബൈ.